ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. അതിൽ ആദ്യം ഫിലിപ്പ് സിഡ്നി. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, കോർട്ടിയറാണ്, സ്കോളർ ആൻഡ് സോൾജർ, ഇതൊക്കെയാണ്. ഹി വാസ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഫിഗർ ഇൻ ദ എലിസബത്തൻ ഏജ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് അസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല, ദ ഡിഫൻസ് ഓഫ് പോയസി, ആർക്കേഡിയ, ദ സിഡ്നി സാലം, ദ ലേഡി ഓഫ് മെയ്. ഇതിൽ ദ ലേഡി ഓഫ് മെയ് ഫിലിപ്പ് സിഡ്നിയുടെ വൺ ആക്ട് പ്ലേ ആണ്. ഷോർട്ട് പാസ്റ്ററൽ എൻ്റർടൈൻമെൻ്റ് ആണ്. ക്യൂൻ എലിസബത്തിൻ്റെ മുന്നിലാണ് ഇത് പെർഫോം ചെയ്തത്. ദെൻ അസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല സിഡ്നിയുടെ സോണറ്റ് സീക്വൻസ് ആണ്, വിച്ച് കണ്ടെയ്ൻ 108 സോണറ്റ് ആൻഡ് 11 സോങ്സ്. ഇതിൽ പെട്രാർക്കിയൻ റൈം സ്കീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ആർക്കേഡിയ, ഇതൊരു പാസ്റ്ററൽ റൊമാൻസ് ആണ്, ഒരു ലോങ് പ്രോസ് വർക്കാണിത്. ഇതിൻ്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ. ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് മേരി സിഡ്നിക്കാണ്, മീൻസ് ഫിലിപ്പ് സിഡ്നിയുടെ സിസ്റ്ററാണ് മേരി സിഡ്നി. ദെൻ അപ്പോളജി ഫോർ പോയട്രി, ഓൾസോ നോൺ ആസ് ഡിഫൻസ് ഓഫ് പോയസി. ഇറ്റ് ഈസ് എ ഫസ്റ്റ് മേജർ ലിറ്റററി ക്രിറ്റിസിസം എസ്സേ ഇൻ ഇംഗ്ലീഷ്. ഇത് പോയട്രിയെ ഡിഫെൻഡ് ചെയ്യാൻ എഴുതിയതാണ്. സ്റ്റീഫൻ ഗോസോണിൻ്റെ വർക്കായ ദ സ്കൂൾ ഓഫ് അബ്യൂസ് റിലേറ്റ് ആയിട്ടുള്ള വർക്കാണിത്. മീൻസ് ദ സ്കൂൾ ഓഫ് അബ്യൂസിലൂടെ സ്റ്റീഫൻ ഗോസോൺ പോയട്രിനെയും ഇംഗ്ലീഷ് സ്റ്റേജിനെയും ക്രിട്ടിസൈസ് ചെയ്തു. അതിന് ഒരു റിപ്ലൈ ആയി എഴുതിയ വർക്കാണിത്. ഇതിലുള്ള മെയിൻ ഐഡിയാസ്, പോയട്രി ആണ് ഏറ്റവും ബെസ്റ്റ് ആർട്ട് ബിക്കോസ് ഇറ്റ് ടീച്ച്സ് ആൻഡ് ഡിലൈറ്റ്സ്. ഈ ഒരു കോൺസെപ്റ്റ് ഒറിജിനലി വന്നത് ഹൊറൈസിൽ നിന്നാണ്. ഇതിൽ പറയുന്നത് പോയറ്റ് ഒരു മേക്കർ ഓർ ക്രിയേറ്റർ ആണ് എന്നാണ്. പോയട്രി ഈസ് സുപ്പീരിയർ ടു ഫിലോസഫി ആൻഡ് ഹിസ്റ്ററി. ദെൻ പോയട്രി എന്ന് പറയുന്നത് ഒരു സ്പീക്കിംഗ് പിക്ചർ ആയിട്ടാണ് ഇതിൽ ഫിലിപ്പ് സിഡ്നി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് റൈറ്ററാണ് ഫ്രാൻസിസ് ബേക്കൺ. ഇദ്ദേഹത്തിൻ്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൺ ഫസ്റ്റ് വിസ്കൗണ്ട് സെന്റ് ആൽബൻ എന്നാണ്. ലോർഡ് വെറുലം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഒരു ഫിലോസഫറാണ്, സ്റ്റേറ്റ്മാൻ, സയൻറ്റിസ്റ്റ്, എസ്സേയിസ്റ്റ്, ഈ നിലകളിലൊക്കെ ശ്രദ്ധേയനാണ്. ആൻഡ് ഹൂ സെർവ്ഡ് ആസ് അറ്റോർണി ജനറൽ ആൻഡ് ലോർഡ് ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട് അണ്ടർ കിങ് ജെയിംസ് ഫസ്റ്റ്. ഫാദർ ഓഫ് ദ ഇംഗ്ലീഷ് എസ്സേ എന്നറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് ബേക്കൺ. ഇദ്ദേഹം 58 എസ്സേസ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് 1597 ദെൻ സെക്കൻഡ് എഡിഷൻ 1612, ദെൻ ഫൈനൽ എഡിഷൻ 1625. ഫാദർ ഓഫ് എംപിരിസിസം ഓർ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നൊക്കെ ഫ്രാൻസിസ് ബേക്കൺ അറിയപ്പെടുന്നുണ്ട്. Then he introduced the idea of inductive reasoning and he used aphorism in his works. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ അഫോറിസ്റ്റിക് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഷോർട്ട് ആൻഡ് പവർഫുൾ സെൻറ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് അഫോറിസം എന്ന് പറയുന്നത്. ദെൻ he is considered the wisest, brightest and meanest of mankind. This famous description was given by the poet Alexander Pope about Francis Bacon. ഇനി ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് നോക്കാം. നോവം ഓർഗാനം, ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ദ ന്യൂ അറ്റ്ലാന്റിസ്, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്കാണ് എസ്സേസ്. 1597 എസ്സേസ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ നോവം ഓർഗാനം എന്നത് ബേക്കൻ്റെ ഫേമസ് വർക്കാണ്. ദ ഗ്രേറ്റ് ഇൻസ്റ്ററേഷനിലെ സെക്കൻഡ് പാർട്ട് ആണ് നോവം ഓർഗാനം. സയൻസ് ഇംപ്രൂവ് ചെയ്യുക, നോളജ് സിസ്റ്റം ഫുള്ളായി റിന്യൂ ചെയ്യുക ഓർ റിഫോം ചെയ്യുക, ഇതിനു വേണ്ടി ബേക്കൺ വലിയൊരു പ്രൊജക്റ്റ് പ്രപ്പോസ് ചെയ്തു. ഇതാണ് ഇൻസ്റ്ററേഷ്യോ മാഗ്ന ഓർ ഗ്രേറ്റ് ഇൻസ്റ്ററേഷൻ. ഇതിൽ 6 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് പാർട്ടീഷൻ ഓഫ് സയൻസ്, സെക്കൻഡ് പാർട്ട് നോവം ഓർഗാനം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ സയൻസ്. അരിസ്റ്റോട്ടലിൻ്റെ ഓൾഡ് ലോജിക് സിസ്റ്റം റീപ്ലേസ് ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഈ ഒരു നോവം ഓർഗാനം 2 ബുക്കായിട്ടാണുള്ളത്. ബുക്ക് 1 4 ഐഡൽസിനെ കുറിച്ച് പറയുന്നത്.
ദെൻ ബുക്ക് 2-ൽ ഇൻഡക്റ്റീവ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്രേറ്റ് ഇൻസ്പിറേഷനിലെ 3-ാമത്തെ പാർട്ടാണ് നാച്ചുറൽ ഹിസ്റ്ററി. ദെൻ 4th പാർട്ട് ലാഡർ ഓഫ് ഇൻ്റലക്റ്റ്. 5th പാർട്ട് ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫിലോസഫി. ദെൻ ലാസ്റ്റ് പാർട്ട് സെക്കൻഡ് ഫിലോസഫി. ഇതിലൂടെ അദ്ദേഹം ബിലീവ് ചെയ്തത് സയൻസ് വുഡ് റീസ്റ്റോർ മാൻസ് പവർ ഓവർ നാച്ചർ ആഫ്റ്റർ ദ ഫാൾ. ദെൻ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് വർക്കാണ് ന്യൂ അറ്റ്ലാന്റിസ്. ഇത് പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്ത വർക്കാണ്. 1626 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു വർക്കിൽ ബേക്കൺ ഒരു ഐഡിയൽ സൊസൈറ്റിയെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. എ മിത്തിക്കൽ ഐലൻഡ്, ബെൻസലേം എന്നാണ് അതിൻ്റെ പേര്. അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിട്ടുള്ള സലമോൺസ് ഹൗസ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഐഡിയൽ സൊസൈറ്റിയെ ഇമാജിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ന്യൂ അറ്റ്ലാന്റിസിനെ ഉട്ടോപ്യൻ നോവൽ എന്ന് വിളിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് പ്രസൻറ്റ്സ് ആൻ ഐഡിയൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ സയൻസ്, മൊറാലിറ്റി ആൻഡ് നോളജ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള എസ്സേസ് ആണ് ഓഫ് സ്റ്റഡീസ്, ഓഫ് ട്രൂത്ത്, ഓഫ് ഡെത്ത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ എസ്സേസ് ആണ്. ദെൻ തോമസ് ഹോബ്സ് ഇംഗ്ലീഷ് ഫിലോസഫറാണ്, പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്. He is considered to be one of the founders of modern political philosophy. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ലെവിയാത്തൻ. ഈ ഒരു ബുക്കിൽ ഹി എക്സ്പ്ലെയിൻസ് ദ ഐഡിയ ഓഫ് ദ സോഷ്യൽ കോൺട്രാക്ട് തിയറി. ദെൻ ലെവിയാത്തൻ ഹാസ് 4 പാർട്സ്. ഇതിൽ 4 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടാണ് ഓഫ് മാൻ, ദെൻ സെക്കൻഡ് ഓഫ് കോമൺവെൽത്ത്. ഈ ഓഫ് കോമൺവെൽത്ത് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അതിലാണ് അദ്ദേഹം സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ദെൻ തേർഡ് പാർട്ട് ഓഫ് എ ക്രിസ്ത്യൻ കോമൺവെൽത്ത്. ദെൻ 4th പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. ദെൻ തോമസ് ബ്രൗൺ, ഹി ഈസ് എ ഡോക്ടർ, റൈറ്റർ, തിങ്കർ. ദെൻ പോളിമാത്ത് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ബിക്കോസ് ഒരു മൾട്ടി ടാലൻറ്റഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളാണ് തോമസ് ബ്രൗൺ. തോമസ് ബ്രൗണിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ വളരെ യുണീക്കാണ്. ഒരു മെലങ്കൊളി ടോൺ, ഹ്യൂമർ ഇതൊക്കെ അതിൽ കാണാം. കൂടാതെ ഹെവി ലാറ്റിൻ വൊക്കാബുലറി ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് റിലിജിയോ മെഡിസി. ഇത് 1634 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റിലിജിയോ മെഡിസിയുടെ മീനിങ് വരുന്നത് ദ റിലീജിയൻ ഓഫ് എ ഫിസിഷ്യൻ എന്നാണ്. ഇതൊരു പേഴ്സണൽ എസ്സേ ആണ്, ഒരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രാഫാണിത്. ഇതിൽ പറയുന്നത് സയൻസും റിലീജിയനും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യാം എന്നാണ്. ഇതിൽ ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഈ വർക്കിൽ നമുക്ക് കാണാൻ കഴിയും. ദെൻ അതർ വർക്ക്സ് ആണ് ഏൺ ബറിയൽ, ദ ഗാർഡൻ ഓഫ് സൈറസ്, എ ലെറ്റർ ടു എ ഫ്രണ്ട്, ക്രിസ്ത്യൻ മോറൽസ്. അപ്പോൾ ഇത്രയാണുള്ളത്. ഈ മൊഡ്യൂളിലുള്ള യൂണിവേഴ്സിറ്റി വീഡ്സ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.